ഇനി അത് ചെയ്യണമെങ്കിൽ മുഴുവൻ ഇളക്കണം. നമ്മളിപ്പോ കുളത്തിന്റെ പടവ് ഇറങ്ങുകയാണ്. കാരണം നമ്മുടെ ഈ കാണുന്ന റൂമുകളെല്ലാം ഈ കുളത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു കുളമാണ്. ഒരു ടണല് പോലെയാണ് കേട്ടോ. പോലല്ല ടണല. അത് ശരിയാണ്, ഒരു ടണലാണ്. നമ്മൾ പല വീഡിയോസിലും കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് പണ്ടത്തെ ടെക്നോളജി ആലോചിച്ചാൽ അറിയാം. ഇത്ര ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. നമുക്കറിയില്ല, നമ്മൾ പറയും ഇതെല്ലാം കട്ട് ചെയ്തെടുത്തായിരിക്കുന്നു. ചിലപ്പോൾ അന്ന് വേറെ ടെക്നോളജി ഉണ്ടായിരുന്നിരിക്കാം, നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. എന്നിട്ടിങ്ങനെ ഇത് ചെയ്ത് ഇത് നമ്മൾ പിന്നീട് പ്ലാസ്റ്റർ ചെയ്ത, കാരണം വെള്ളം ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട വിചാരിച്ചു പ്ലാസ്റ്റർ ചെയ്ത്. അതിപ്പോ എത്ര വർഷമാണ് പ്ലാസ്റ്റർ ചെയ്തിട്ടോ? പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു 10-20 വർഷമായി. അപ്പൊ ആ ഒരു നിങ്ങൾ ഇവിടെ ഒരു വെള്ളത്തിന്റെ വെള്ളത്തിൽ ചവിട്ടായിരുന്നു. വെള്ളം കൈ കൊണ്ടെടുത്ത് കൈ കൊണ്ടെടുക്കാം, എടുക്കാം. കാല് വെക്കരുതെന്നേ ഉള്ളൂ. ഇതാണ് ആ തീർത്ഥം. അയ്യപ്പൻ കുളിച്ച ജലമാണ്. നമുക്ക് ഉള്ളിൽ വേണേ സേവിക്കാം, തളിക്കാം. വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ പകർത്താനും ഇവിടെ വരാൻ പറ്റിയതും. അതെല്ലാം നമ്മുടെ രാജരാജ സാറിന്റെ ചെയ്തു തന്നൊരു ഇപ്പാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം നമുക്കിവിടെ വന്ന് നിൽക്കാനോ ഇങ്ങനെ ഇല്ലേ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ ഒന്നും പ്രതീക്ഷയല്ല. തിരിച്ചങ്ങോട്ട് ഇത് തുരങ്കമാണ്. ഇതുവഴി വെളിയിലോട്ടും ഒരു പ്രവേശന കവാടമുണ്ട്. അത് ഇപ്പൊ തൽക്കാലം അയ്യപ്പന്മാര് കൂടുതൽ വരുമ്പം അവരെ അതിലേക്ക് കയറ്റി തിരിച്ചുവിടും. ഓ ശരി ശരി ശരി. തുരങ്കപാതയിൽ കൂടെ കുളം സന്ദർശിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് സീസൺ നല്ല പീക്ക് ടൈമിൽ ആള് കൂടുന്ന സമയത്ത് സാർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. വെള്ളം തന്നെ നല്ല പച്ച കളർ കിടക്കാണ്. അതെ, നല്ല തണുപ്പുള്ള നല്ലൊരു ഫീലാണ്. എന്താ നമ്മളല്ലേ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റേഷൻ ഉണ്ടല്ലോ, അത് ഇല വീഴും. അതേ ഉള്ളൂ. അത് കുഴപ്പമില്ല.